നമ്മുടെ ഈ സ്വർണ്ണക്കപ്പ് ഇന്നലെ ഇവിടെ എത്തിയല്ലോ. അതിന് ഇന്നലെ ഒരു ദിവസം കൊണ്ട് മൂല്യം കൂടിയോ കുറഞ്ഞോ? കൂടി. കാരണം നമുക്കറിയാം ഇവിടെ സ്വർണ്ണ ഒന്നുമില്ല. ഇന്നലെ 480 രൂപയാണ് പവന് കൂടിയത്. 58,000 കഴിഞ്ഞു. അപ്പോൾ ഇന്നലെ ഈ യാത്രയിൽ ഇവിടെ എത്തിയപ്പോൾ അതിന് മൂല്യം കൂടി. അപ്പോൾ ആ സ്വർണ്ണക്കപ്പ് എന്ന് പറയുന്നത് 117 പവനാണ്. അതുണ്ടാക്കിയ ശില്പിയുടെ അതേ നാട്ടിലേക്ക് ആ സ്വർണ്ണക്കപ്പ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ മിഥുനയ്യപ്പൻ നേരത്തെ പറഞ്ഞു ഈ കലോത്സവം നടക്കുമ്പോൾ മാത്രമേ സ്വർണ്ണക്കപ്പ് തിരുവനന്തപുരത്ത് വരുള്ളൂ എന്ന്. എന്നിട്ട് മിഥുൻ തന്നെ മറുപടിയും പറഞ്ഞു, പത്മനാഭന്റെ മണ്ണിൽ ബി നിലവറയിൽ എത്ര സ്വർണം ഇരിക്കുന്നു എന്നറിയാലോ. അപ്പൊ സ്വാഭാവികമായിട്ട് സ്വർണം ഞങ്ങൾക്ക് വലിയ പുത്തരിയൊന്നുമല്ല, വലിയ കാര്യമൊന്നുമില്ല. എങ്കിൽ പോലും ആ സ്വർണ്ണക്കപ്പ് അത് കുട്ടികളുടെ കൈകളിലേക്ക് എത്തുമ്പോൾ അതിന്റെ മഹത്വം കൂടും. ആ സുന്ദരമായ കപ്പ് അതുണ്ടാക്കിയ ആളുടെ അതേ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ആ റിപ്പോർട്ട് കാണാം. കലോത്സവ നഗരി ഉണർന്നത് സ്വർണക്കപ്പിന്റെ വരവോടെയാണ്. കാസർഗോഡ് നിന്ന് ആരംഭിച്ച സ്വർണക്കപ്പിന്റെ യാത്ര അങ്ങനെ തലസ്ഥാനത്ത് വേദികളിൽ എത്തി. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കലാകിരീടമായ സ്വർണക്കപ്പ് എത്തിയത് അതിന്റെ ജന്മനാട്ടിലാണ്. ഊഷ്മളമായ വരവേൽപ്പ് നൽകി അനന്തപുരിയും കലോത്സവ നഗരിയും കപ്പിനെ വരവേറ്റു. ാണ് വിദ്യാഭ്യാസ വകുപ്പിൽ കലാ അധ്യാപകനായിരുന്ന തിരുവനന്തപുരം ചിറയൻകീഴ് സ്വദേശിയായ ശ്രീകണ്ഠൻ സ്വർണക്കപ്പ് രൂപകൽപ്പന ചെയ്തത്. ഇത്തവണ സംസ്ഥാന സ്കൂൾ കലോത്സവം തലസ്ഥാനത്ത് നടക്കുമ്പോൾ അതിന്റെ മാറ്റ് കൂടുതലാണ്, ഒപ്പം ഓർമ്മകളും. 1980-85 കാലഘട്ടത്തിൽ കായിക മത്സര ഇനങ്ങളിൽ സ്വർണക്കപ്പ് സമ്മാനിക്കുന്നത് കണ്ട നാൾ മുതൽ വൈലോപ്പിള്ളിയുടെ സ്വപ്നമായിരുന്നു കലയുടെ ഉത്സവത്തിനും ഒരു സ്വർണക്കപ്പ്. ഒടുവിൽ ഉറ്റ സുഹൃത്തായ അധ്യാപകനും കലാകാരനുമായ ചിറയൻകീഴ് ശ്രീകണ്ഠൻ നായർ കവിഹൃദയത്തിന് രൂപം നൽകി. സ്വർണക്കപ്പിലെ ശംഖനാദത്തെയും പുസ്തകം അറിവിനെയും കൈകൾ അധ്വാനവും 7 വളകൾ രാഗങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നതാണ്. ഓരോ വർഷവും കലോത്സവ വിജയികൾ സ്വർണക്കപ്പിൽ മുത്തമിടുമ്പോൾ ഹൃദയചുംബനം ഏറ്റുവാങ്ങുകയാണ് ഈ റിട്ടയർഡ് അധ്യാപകൻ. ഒപ്പം ഇത്തവണ അനന്തപുരിക്ക് ഒരു പുത്തൻ ഓർമ്മയും. ഇനി കാത്തിരിക്കാം സ്വർണക്കപ്പ് ആരുടെ കൈകളിൽ എത്തുമെന്ന്. ജനം, തിരുവനന്തപുരം.